ദിലീപിന്റെ ജാമ്യം എന്തുകൊണ്ട് സർക്കാർ തടഞ്ഞില്ല? അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചതിന് പിറകിൽ ആരുടെ കരങ്ങൾ? സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് കേസ് അട്ടിമറിക്കാനിടയാക്കുമോ? സുനിക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് ദിലീപ് എന്ന് വെളിപ്പെടുത്തൽ. കൊച്ചിയിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ജാമ്യം. പലതവണ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നുവെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചത്. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നുവെങ്കിലും വിചാരണ നീണ്ടുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് കേസിനെ ബാധിക്കുമെന്ന് സർക്കാർ വാദിച്ചെങ്കിലും കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. പൾസർ സുനിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ ചില പ്രസക്തമായ ചോദ്യങ്ങൾ ഉയർന്നുവന്നു. എങ്ങനെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകന് ദീർഘകാലം നിരന്തരമായി വിചാരണ ചെയ്യാൻ വിചാരണ കോടതി അനുവദിച്ചത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 7 മാസങ്ങളിലായി 87 ദിവസമാണ് ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചതായി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. ഇതിനെ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്നും ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും പൾസർ സുനിയും വാദിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും നീണ്ട കാലയളവിൽ വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷൻ എതിർത്തൊന്നും പറഞ്ഞില്ലെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പൾസർ സുനിയുടെ അഭിഭാഷകൻ പരമേശ്വർ സുപ്രീം കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടി. 85 ദിവസത്തിന് ശേഷം നടൻ ദിലീപ് ജാമ്യാപേക്ഷ നൽകിയപ്പോൾ സർക്കാർ എതിർത്തില്ല. അതേസമയം അറസ്റ്റിലായി 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പൾസർ സുനി സമർപ്പിച്ച 3ാമത്തെ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ജാമ്യം തേടി 10ഓളം തവണ പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു. 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി ജയിലിലാണ്. കേസിന്റെ വിചാരണ ഇഴഞ്ഞു നീങ്ങുമ്പോഴും സുനി വർഷങ്ങളായി ജയിലിൽ തുടരുകയാണെന്ന് പരമേശ്വർ വാദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നീതി നിഷേധമാണ് താൻ അനുഭവിക്കുന്നത് എന്ന് പൾസർ സുനി പറഞ്ഞു. കേസിലെ പ്രതികളാക്കപ്പെട്ടവർക്ക് തുല്യനീതി ലഭിക്കുന്നില്ലെന്നും താൻ ജയിലിൽ കഴിയുകയും കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന പ്രമുഖ നടൻ ജാമ്യത്തിൽ കഴിയുകയും ചെയ്യുന്ന വൈരുദ്ധ്യമുള്ള കാഴ്ചയാണ് കാണാനാകുന്നത് എന്നും സുനി ചൂണ്ടിക്കാട്ടി. വിചാരണ അനന്തമായി നീളുകയാണെന്നും കേസിലെ മറ്റു പ്രതികളെല്ലാം ജാമ്യത്തിലാണെന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇത് അംഗീകരിച്ച സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പൾസർ സുനിക്ക് വേണ്ടി അഭിഭാഷകരായ ശ്രീറാം പാറക്കാട്ട്, സതീഷ് മോഹനൻ, മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വർ എന്നിവരാണ് ഹാജരായത്. സുനിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ പറഞ്ഞു. അദ്ദേഹം സമൂഹത്തിന് ഭീഷണിയാണ്, വീണ്ടും അത് സംഭവിക്കും. അയാൾ ലൈംഗികാതിക്രമത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു, രഞ്ജിത് കുമാർ വാദിച്ചു. എന്നാൽ ഇത് സുനിയുടെ അഭിഭാഷകനായ പരമേശ്വർ തള്ളി. കേസ് അട്ടിമറിക്കാൻ വലിയ തോതിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന ആരോപണം ഇതിനകം ഉയർന്നിട്ടുണ്ട്. പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതോടെ ദിലീപ് അടക്കം ഈ കേസിൽ പ്രബലരായി നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായി പൾസർ സുനി ശ്രമിക്കുമെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറഞ്ഞു. ജയിലിൽ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന പൾസർ സുനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ ലക്ഷങ്ങൾ മുടക്കിയതാരെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് ബൈജു കൊട്ടാരക്കര ചൂണ്ടിക്കാട്ടി. കേസ് നീട്ടിക്കൊണ്ടു പോകേണ്ടതിന്റെ ആവശ്യകത ദിലീപിനാണ്. സർക്കാർ പറയുന്നതുപോലെ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് പൾസർ സുനിയൊന്നുമല്ല. അതിന് പിന്നിൽ കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപാണ്. കാരണം 66 പ്രാവശ്യമാണ് സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്. 87 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തു. 46 ദിവസം ബാലചന്ദ്രകുമാർ എന്നയാളെ വിചാരണ ചെയ്തു. 3 കോടതികളിൽ നിന്ന് 3 പ്രാവശ്യം മെമ്മറി കാർഡ് ചോർന്നുപോയിട്ട് അതിനുള്ള വ്യക്തമായ ഉത്തരം ഈ കോടതികളിൽ ആരെങ്കിലും തന്നോ? അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. 2.5 വർഷത്തോളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. അവസാനം പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോഴാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അത് അയച്ചു കൊടുത്തത്. ഇത് എവിടുത്തെ നീതിയും നിയമവുമാണെന്ന് ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു.